അമ്മേ മോനെ, ഞാൻ അടുത്ത കാലത്ത് കഴിച്ചതിൽ ഏറ്റവും കിടലൻ ബീഫാണേ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇത് നോക്കി, നല്ല കുരുമുളകും നിറച്ചും തേങ്ങക്കൊത്തും. ചോറ് കിട്ടില്ലെങ്കിലൊന്നും വിഷമിച്ചൊന്നും എനിക്ക് ദൈവവും രതീഷേട്ടനും കാണിച്ചെന്ന സ്ഥലമാണേ. ഒന്നും പറയാനില്ല, ഏറ്റവും ചോറിനുണ്ടാവും തേങ്ങക്കൊത്തും കുരുമുളകും ഉള്ളിയും. പിന്നെ ഉണ്ടല്ലോ നമ്മൾ വാങ്ങിയേക്കണം മത്തി പൊതിച്ചോറ്. ഇവിടെ അങ്ങനെ മത്തി പൊതിച്ചോറുണ്ട്, ചെമ്മീൻ പൊതിച്ചോറുണ്ട്, ബീഫ് പൊതിച്ചോറുണ്ട്, അങ്ങനെ വേറെ സാധനങ്ങളുണ്ട്. പുറത്തൊരു സ്ഥലത്തായിട്ട് വന്നേക്കണേ. പിന്നെ അവർ അതിൻ്റെ കൂടെ തന്നേക്കണത് എന്തോ ഒരു മത്തങ്ങയും വേറെ പോലത്തെ കറി വന്നു, എന്തോ ഒരു കറിയും ഒരു പുളിശ്ശേരി പോലെ തന്നിട്ടുണ്ടേ. ചോറ് ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. ബീഫ് ഇവിടെ വെച്ചിട്ട് ചോറും തുറന്നു വെക്കാം. ഇത് പപ്പടാട്ടോ, മത്തി പൊതിച്ചോറ്. ഒരു വീട്ടിൽ നിന്നാണ് കേട്ടോ അത് മേടിച്ചത്, ഹോട്ടലിനല്ല, ഒരു വീട്ടിൽ കൊടുക്കണതാണ്. വയ്ക്കാം നല്ല പാക്കിങ്ങിലെ. ഓ ഇലയിൽ എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു. ഓ മോ അടിപൊളി. ഓക്കെ, 3 പീസ് മത്തിയുണ്ട്, ചോറുണ്ട്, ഓംലെറ്റ് ഉണ്ട്, ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്. ഇതിനെങ്ങാണ്ട് റേറ്റ് വരുന്നത് 240 ആ റേഞ്ചിൻ്റെ അടുത്തെങ്ങാണ്ടാണ്. ബീഫ് അടക്കം എനിക്ക് 440 റുപ്പീസ് അങ്ങോട്ട് വന്നു കേട്ടോ. ബീഫ് 100 സംതിങ്ങാണ് പറയുന്നത്, 140 150 അങ്ങനെ എന്താ പറഞ്ഞത്. പിന്നെ GST ഉണ്ടാവുമായിരിക്കും, കണക്ക് ശരിയാവണല്ലോ അല്ലേ. കൃത്യം ഞാൻ നോക്കിയിട്ട് ക്യാപ്ഷനിൽ എഴുതിയേക്കാം കേട്ടോ. വിശപ്പ് കൊണ്ടാവുന്നു, വിശന്ന് എനിക്ക് പണ്ടേ ഇങ്ങനെയാണ്. അപ്പം സ്ഥലം കുണ്ടന്നൂർ അടുത്താണ്. കുണ്ടന്നൂർ ചിലവന്നൂർ റോഡ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ റോഡുണ്ട്. ആ ജംഗ്ഷനിൽ നിന്നും കയറി ഒരു ലെഫ്റ്റ് എടുത്ത് വരണം, വയറ്റിലേക്ക് പോകണ വഴിക്ക്. അപ്പോൾ ആ വയറ്റിലേക്ക് പോകണ വഴിക്ക് കയറിയിട്ട് ലെഫ്റ്റ് ഒരു ചെറിയ വഴിയെടുത്ത് പോകണം. സ്ഥലത്തിൻ്റെ പേര് ഇൻ ഹൗസ് ഈറ്ററി ഫ്രം ഡയറക്റ്റ് ഫ്രം മോംസ് കിച്ചൺ മോംസ് അങ്ങനെ പറഞ്ഞിട്ട് അത് എഴുതിയേക്കണേ. എന്നാലും അടിപൊളിയായിട്ടുണ്ട്. എനിക്കിത് 240 റുപ്പീസിന് ഇത് അത്രയ്ക്ക് ആണെന്ന് എനിക്ക് തോന്നിയില്ല. ബട്ട് 180 റുപ്പീസിനാണ് ബീഫ്. ഓ ബീഫ് കിടലനാട്ടോ. ബീഫിൻ്റെ കളറൊക്കെ കണ്ടോ. ഇനി ഉണ്ട് നോക്കട്ടെ, എന്നിട്ട് പറയാം. ചാളക്കല്ലേ, ചില സ്ഥലം ചാള വയ്ക്കുമ്പോൾ ചാളയുടെ സ്മെല്ലൊന്നും കിട്ടില്ലല്ലോ. എൻ്റെ ആ ചാളയുടെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ചോറുണ്ടുമ്പോൾ എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ എപ്പോഴും ഈ 50% തവിടുള്ള കുത്തരിച്ചോറുണ്ടിട്ട് കുറേ നാൾ കൂടി ഞാൻ വെള്ള ചോറുണ്ട് കേട്ടോ. മുട്ട പ്രോട്ടീൻ നല്ല ചൂടുണ്ട്. വീട്ടിലത്തെ ഫുഡായിരുന്നു, നല്ല ഫുഡായിരിക്കും എന്തായാലും. കൊള്ളാം, എനിക്കിഷ്ടമായി. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ബീഫാണ്, വെറുതെ ടച്ചിങ്സിനൊക്കെ പറ്റിയ ബീഫ്. ഞാൻ ഉദ്ദേശിച്ച ആ ടച്ചിങ്സ് അല്ല, നിങ്ങൾ ടച്ച് ചെയ്ത് കഴിക്കാൻ പറ്റിയ ബീഫ് കേട്ടോ. അടിപൊളി ബീഫ് എടുത്ത്. ഇത് കൂടാതെ അവർക്ക് ബിരിയാണിയും പിരാന കറിയും. പിരാന കറി കേട്ടപ്പോൾ എനിക്ക് പേടിയായി, അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ പ്രോൺസ് റോസ്റ്റ് ഒക്കെ ഉണ്ട്. ഓ ബീഫ് മേടിച്ചിട്ട് നഷ്ടമായി പോയാൽ കേട്ടോ. ബീഫിന് ഞാൻ കുറച്ച് കൂടുതൽ പ്രമോ തരുന്നില്ലേ. ആഹാ സ്വർഗം. അപ്പോഴേ ഒരു രക്ഷയില്ല കേട്ടോ. കണ്ട പോലെ നല്ല ക്വാണ്ടിറ്റി ചോറുണ്ടായിരുന്നു. ഒരു പൊതിച്ചോറ് മേടിച്ച് ഞാനും രതീഷും കൂടെ കഴിച്ചിട്ട് പിന്നെയും ഇത്രയും ബാക്കിയാ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും അല്ല, ഇത് കൂടുതൽ ബാക്കി വന്നതാണ്. ഞാൻ വെറുതെ ഇരുന്ന് ബീഫിന് ടേസ്റ്റ് ചെയ്യാൻ കഴിച്ചോണ്ടേ ഇരിക്കുമായിരുന്നു. ഉള്ള കറവ് മുഴുവൻ വെറുതെ കഴിച്ചിട്ട് ഞാൻ തന്നെ ആ ജിമ്മിൽ പോയിട്ട് പ്രത്യേക പണിയെടുക്കണ്ടേ, അതാരും നിർത്തുവാണ്. ശരിക്കും എനിക്ക് കഴിക്കാൻ നല്ല തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ഫുഡാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലേ 240 റുപ്പീസ് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്തു. ചിലപ്പോൾ നമ്മൾ വീടുകളിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇത് ഒരു വരുമായിരിക്കും കേട്ടോ. ഇപ്പോൾ ഒരു സ്വിഗ്ഗിയിൽ കൊടുക്കുവാണെങ്കിലും
അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഒക്കെ വേണ്ടി വരില്ലേ, ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കണമല്ലേ, അതും ഇത്രയും നീറ്റായിട്ട് ഇത്രയും ക്വാളിറ്റിയിൽ ഫുഡ് തന്നെ അല്ലേ, ഏലയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഫുഡ് തന്നെ. ലാർജ് സ്കെയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറവായിരിക്കും. ഇപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഞാൻ മച്ച്ലിന്ന് പൊതിച്ചോറ് മേടിക്കും, ഇത്ര റേറ്റ് ഇല്ല, ചാളയൊക്കെ വെച്ച് നമുക്ക് നല്ല പൊതിച്ചോറ് ഇത്ര റേറ്റിലാണ്ട് വരും. പക്ഷെ മേ ബി അവർ ലാർജ് സ്കെയിലിൽ ചെയ്തുകൊണ്ടായിരിക്കാം, വീഡിയോകളിലായതുകൊണ്ടായിരിക്കും. പക്ഷെ സ്റ്റിൽ നമുക്ക് നല്ല എന്താ പറയുക, വിശ്വസിച്ച് നമ്മുടെ മക്കൾക്കാണെങ്കിലൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഊണായിട്ടാണ് ഫീൽ ചെയ്തത്. സ്ഥലം കൃത്യം ഇൻഹൗസ് ഈറ്ററി ആണ് കേട്ടോ, ബൈ വില്ലാസ് ഫുഡ്. ഞാനിരുന്ന സ്ഥലം നിങ്ങളൊന്ന് കാണണം കേട്ടോ. ഞാൻ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തു, ഇവിടുന്ന് ഫുഡ് മേടിച്ചിട്ട് എന്നിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ചെയ്തത്. നല്ല രസമാണ് ആ റോഡ് മൊത്തം കാണാൻ. രണ്ട് സൈഡിലും വെള്ളമാണ്, ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട്, ഭയങ്കര ഗ്രീനറി ഉള്ള പ്ലേസ്. അപ്പം ഞങ്ങൾ വെറുതെ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോയി ഊണ് കഴിഞ്ഞ ശേഷം. അപ്പോൾ അതൊരു ഡെഡ് എൻഡാണ്, അങ്ങ് അറ്റത്ത് അടിപൊളി കായലാണ്. വ്യൂ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഊണൊക്കെ കഴിഞ്ഞ് പോയി ഇരിക്കാൻ പറ്റിയ അടിപൊളി സ്പേസ്. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടൊന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് പോയി ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലവും കൂടെയാണ്. അവിടെ കുറേ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്, അവിടെ പോയി ഇരിക്കാം. തൊട്ടടുത്ത് ചക്കോളാസിൻ്റെ എന്തോ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, അവിടെ എന്തോ ഫംഗ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ കയറാൻ എൻട്രി ഒന്നും സമ്മതിക്കില്ല അവർ. ഐ തിങ്ക് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ ചിരിയുടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുകയെന്നാണ് പറഞ്ഞത് അവിടുത്തെ ഒരു ഡ്രൈവർ അങ്കിള്. അപ്പം നമ്മൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഒരു വല്ലാത്ത കാലാവസ്ഥയായിരുന്നു, വലിയ മഴയുമില്ല വെയിലുമില്ല, നല്ല കാറ്റും ഒക്കെ ആയിട്ട് കുറേ നേരം. ഓപ്പോസിറ്റ് ഒരു ചെറിയ റിസോർട്ട് പോലത്തെ എന്തൊക്കെയോ കാണാമൊക്കെ ചെയ്യും, സ്വിമ്മിംഗ് പൂളൊക്കെ പോലെ കാണാം. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ലുലുവിൻ്റെ യൂസഫ് അലി സാറിൻ്റെ വീട് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. അടിപൊളിയാണ്, തോണിയൊക്കെ തുഴഞ്ഞ് അതിലെ ആളുകളൊക്കെ പോകുന്നുണ്ട് മീൻ പിടിക്കാനൊക്കെ. എവിടെ ഒരു ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ട്, അവിടെ ഇല്ല, വേറെ എവിടെയോ ഒരു ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ട്. പിന്നെ തിരിച്ചു പോന്നു. തിരിച്ചു പോരുന്ന വഴിക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ വീട് വന്നത്. ഇതാണ് ഇൻ ഹൗസ് ഈറ്ററി എന്ന് പറഞ്ഞത്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. ഇവിടെ നേരെ കയറി കഴിഞ്ഞാൽ കുണ്ടന്നൂർ പാലത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ ചെറിയൊരു ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ ലഞ്ചും കിട്ടും, ചെറിയൊരു ഗ്രീനറിയും കാണാം, നല്ലൊരു റോഡുമാണ്. അതുപോലെ നമുക്കവിടെ പോയിട്ട് ആ കായൽവക്കത്ത് കുറച്ചൊരു സ്പെൻഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഇതാണ് വഴി, കണ്ടോ, നേരെ കുണ്ടന്നൂർ പാലത്തിൻ്റെ അടിയിലേക്ക് എത്തും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.